എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ഗീതു ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. തന്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ഗീതു ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോവാണ്. ഗീതുവിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുവാണ്. പക്ഷെ ഗീതു വന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന വിവരം ഗോവിന്ദനോ അതോടൊപ്പം തന്നെ വിലാസിനെയോ കണ്ടിരുന്നില്ല. ഗീതിനെ അവർ രണ്ടുപേരും കണ്ടിരുന്നില്ല. പിന്നീട് വിലാസിനി ഗോവിന്ദനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം വിലാസിനി പറഞ്ഞു, എന്നോട് പൊറുക്കണം മോനെ, ഞാൻ ഇതിനുമുമ്പ് പല തെറ്റുകളും മോനോട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഭദ്രേട്ടനും ചെയ്യാൻ പാടില്ലാത്ത പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ എൻ്റെ ഭർത്താവ് ചെയ്ത ശിക്ഷയും കൂടെ കൂട്ടിയിട്ടായിരിക്കും എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് മോൻ നിറവേറ്റി തന്നെന്ന് പറയാം. ആഗ്രഹമോ? എനിക്ക് എൻ്റെ ആഗ്രഹം മോൻ്റെ കാലെ വീണ് മാപ്പ് അപേക്ഷിക്കുക എന്നുള്ള. അതിൽ കൂടുതൽ ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം എനിക്ക് മോനോട് മാപ്പ് ചോദിക്കണം. എനിക്ക് മാപ്പ് തരണം. കാലി വീണ് ഞാൻ മാപ്പ് അപേക്ഷിക്കാൻ പോവാ. ഇതൊരിക്കലും ഗോവിന്ദ പ്രതീക്ഷ കാര്യമല്ല. അല്ല അമ്മ എന്താ പറയണേ? ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടില്ല മോനെ. എൻ്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടത്തില്ല. മരിക്കുന്നതിന് മുമ്പല്ലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അതൊരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തന്നെ മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. സമാധാനത്തോടു കൂടി ഒരു വട്ടം സമാധാനത്തോടു കൂടി നമുക്ക് മരിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാം. പെട്ടെന്ന് ഗോവിന്ദൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ എന്ന് പറയണ. ഇല്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിലാസിന് നേരെ ഗോവിന്ദന്റെ കാലയിലേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ്. പെട്ടെന്നാണ് ഗീതു അങ്ങോട്ട് ഓടി വന്ന് വിലാസിനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. അമ്മ എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിക്കുക. മോളെ പിന്നീട് വിലാസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലോ, ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ അമ്മേന്റെ തെറ്റിദ്ധരിച്ചു. പലവട്ടം അമ്മ തലവേദനയാന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മേനെ ആട്ടി ഓടിക്കുകയോ ചെയ്തേ. എല്ലാം അമ്മയുടെ കള്ളത്തരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ വലിയൊരു അസുഖം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തിനാ അമ്മ ഇത് മറച്ചു വെച്ചിരുന്നതെന്ന് ചോദിക്കുക. അല്ല അത് മോളെ, ഞാൻ അമ്മയുടെ മോളല്ലേ, എന്നോട് ക്ഷമിക്കമ്മേ. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവം പോലും എന്നോട് പൊറുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും നാളെ അമ്മേനെ ശരിക്കും ദ്രോഹിക്കുകയല്ലേ ചെയ്തേ. അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൈസ തരുന്നതിന് പകരം അമ്മേനെ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്തേ. നീക്ക് അതൊന്നും കുഴപ്പമില്ല മോളെ, അറിയാതെ സംഭവിച്ചു പോയതല്ലേ. അല്ലെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല മോളോടൊന്നല്ല എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പൊ മോളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. കാരണം അമ്മയെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതുപോലത്തെ ദ്രോഹങ്ങളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. അപ്പൊ ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ ഞാൻ കള്ളത്തരം പറയണമെന്ന്. അതല്ലേ എന്റെ മക്കള് പോലും എന്നെ വിശ്വസിക്കാതിരുന്നേ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ മരിച്ചാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ മോൾക്ക് കിട്ടിയേക്കുന്ന ഭർത്താവ് നിന്റെ ഗോവിന്ദേട്ടൻ ഈ ലോകത്തിൽ വെച്ച് നിനക്ക് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ്. അത്രയ്ക്ക് സ്നേഹമുള്ള മനുഷ്യനാ. ഒരു കാരണവശാലും നീ ഈ മനുഷ്യനെ വിട്ടുകളയരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും നീ നിന്റെ ഗോവിന്ദേട്ടനോട് കൂടെ ആയിരിക്കണം എന്നും ജീവിക്കേണ്ടത്, അറിയാലോ. കാരണം ഇത്രയും കാലം ഞാൻ പോലും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അതൊന്നും മനസ്സിൽ വെക്കാതെ എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പം ഓടി വന്ന് എന്നെ സഹായിച്ച ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ സർജറിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ. ഒരു നിമിഷം ഞാൻ പോലും ഞെട്ടിപ്പോയി. കാരണം അത്രമാത്രം ദ്രോഹം നിന്റെ അച്ഛന് ഈ മനുഷ്യയോട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ടതല്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല മോളെ, നീ നിന്റെ ഭർത്താവിനെ മനസ്സിലാക്കണം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അത് കണ്ടിട്ട് എനിക്കിനി മരിച്ചാൽ മതി. പിന്നെ എൻ്റെ ആഗ്രഹം പ്രിയമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതിനെന്ന് കൊഞ്ചിക്കണം എന്നുണ്ട്. നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവും അറിയില്ല. പെട്ടെന്ന് പറഞ്ഞ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതിനുള്ള യോഗം അമ്മയ്ക്ക് ഉണ്ടാവും. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയണേ. മനസ്സിലുള്ള സങ്കടം പറഞ്ഞു തീർക്കണ്ടേ മോളെ. ഇപ്പൊ നീ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറയില്ലായിരുന്നു ഒരിക്കലും. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. നീ സങ്കടപ്പെടണ്ട. എല്ലാ മനുഷ്യനും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവർക്ക് മുകളിലേക്ക് പോകണ്ടല്ലേ. അപ്പൊ ഞാൻ ഇച്ചിരി നേരത്തെ പോയി, അത്രേ ഉള്ളൂ. അമ്മ എന്താ പറയണേ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അതെ അമ്മ സങ്കടപ്പെടണ്ട, അങ്ങനെ സംഭവിക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലാന്ന്. അതൊക്കെ മോൻ വെറുതെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ. അതൊക്കെ എനിക്കറിയാം. അതിനകത്തൊന്നും എനിക്കൊരു സങ്കടമില്ല മോനെന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. പിന്നീട് വിലാസിനെ ഞങ്ങൾ അകത്തേക്ക് കയറി പോവാ. അങ്ങനെ ഗീത ചോറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വിലാസിനോട് പോയിരിക്കുക. ഗീതുവിന്റെ കണ്ണ് രണ്ടുകളും നിറഞ്ഞൊഴുകുക. കണ്ണൊക്കെ കരഞ്ഞു കലങ്ങി അങ്ങോട്ട്. വിലാസിനെ ഗീതുവിനെ അവിടെ പിടിച്ചിട്ട് മോളിവിടെ ഇരിക്കുക, ഞാൻ അമ്മയ്ക്ക് അമ്മ മോൾക്ക് വാരി തരട്ടെ എന്ന് ചോദിക്കുക.
എന്താ അമ്മ ഇങ്ങനെയൊക്കെ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. മോള് കഴിക്കാനും പറഞ്ഞുകൊണ്ട് വിലാസിനെ കൊണ്ടുവന്ന ചോറിങ്ങനെ ഓരോ ഉരുളയായിട്ട് വാരി കൊടുക്കുക. ഈ സമയത്തും വിലാസിന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗീതുവിന്റെ കണ്ണുകളും. കാരണം ഇത്രയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അമ്മ തന്റെ അരികെ വന്ന് മുമ്പേ പോലും താൻ അമ്മേനെ തെറ്റിദ്ധരിക്കുകയോ ചെയ്ത. അമ്മയുടെ എന്തോ ഒരു കള്ളത്തരമാണ്, അമ്മയ്ക്ക് എന്തോ ഒരു കാര്യസാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് ചോദിച്ചു, ഇത് വീട്ടിലാർക്കെങ്കിലും അറിയാവോ? ഇല്ല മോളെ, ആർക്കും അറിയത്തില്ല. വിനോദിനോ പ്രിയയ്ക്ക് ആർക്കും അറിയത്തില്ല. മോൾ എനിക്കൊരു ഉപകാരം ചെയ്തതാണ്, ഒരിക്കലും അവരൊന്നും അറിയരുത് ഞാൻ മരിക്കുന്നോടം വരെ. അത് മാത്രമല്ല, നിന്റെ അച്ഛൻ ഒരു പക്ഷേ ഞാൻ മരിക്കുന്ന സന്തോഷമുള്ളായിരിക്കും. നിന്റെ അച്ഛൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, ഒത്തിരി ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. അന്ന് നിന്നോട് പറയാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയണം. പിന്നീട് ഗീതു, അമ്മ സങ്കടപ്പെടണ്ട, അമ്മ സങ്കടപ്പെടാതിരിക്കും, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ സർജറി നടത്തും. മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഗോവിന്ദൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. നീ ഒരിക്കലും അവനെ കൈവിടില്ല, നിന്നെ പൊന്നുപോലെ അവൻ നോക്കിക്കോളും, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ അവനെ നോക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവനെ കൈവിടില്ലെന്ന് പറയാം. പിന്നീട് ഗീതുവാണ് പൊട്ടിക്കരയോ അവിടെ ഇരുന്ന്. അതിനുശേഷം വിലാസിനി യാത്ര പറഞ്ഞ് പോവുകയാണ്. ഗീതുവിന് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുന്നത്. ഗോവിന്ദനെ കണ്ട് ഗീതുവിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. എന്താ ഗീതു, നീ എന്തിനാ ഇങ്ങനെ കരയണേ? കരഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും പരിഹാരമാണെന്ന് ചോദിക്കുക. എന്നാലും എന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കേ. ഒരു പക്ഷേങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു അമ്മ, എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇതിനെ മാത്രം തെറ്റ് ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ഇങ്ങനെ ഒരു അമ്മേനെ വേണ്ടെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ ഇപ്പൊ എനിക്ക് ഒന്നുമല്ലേലും എൻ്റെ പെറ്റമ്മയല്ലേ. അമ്മയ്ക്ക് അങ്ങനെ അസുഖമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രമാത്രം വേദനയുണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്തിട്ട്. അത് ഗീതു മനഃപൂർവ്വം അല്ലല്ലോ. ഒരു പക്ഷേങ്കിൽ ഗീതുവിന്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടല്ലേ ഗീതു അമ്മേനെ തെറ്റിദ്ധരിച്ചെന്ന് പറയാം. അതൊക്കെ ശരിയാകും എന്താട്ടാ. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ആരോട് പറയും, എന്ത് പറയും, അങ്ങനെ പറയുന്ന തരത്തില്ല. എൻ്റെ ഉള്ളിലെ വിഷമം എനിക്കൊന്ന് പൊട്ടിക്കരയാൻ വേണ്ടി തോന്നുന്നേ പറയാം. പെട്ടെന്ന് പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഇത് സങ്കടപ്പെടല്ലേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ആ സർജറി ചെയ്ത് മാറ്റാവുന്നുള്ളെന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, എനിക്കറിയാം, വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ്ട. ബ്രെയിൻ ട്യൂമറാണ്, അത് മനുഷ്യന് ഓരോ നിമിഷം കാർന്ന് നിന്നോണ്ടിരിക്കുവാന്നറിയാം. ഇനി എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് സർജറി ചെയ്ത് നമുക്ക് നീക്കിയിട്ട് കുറെ കാലം വരെ അമ്മയ്ക്ക് കുഴപ്പമില്ല ഇരുന്നോളും. സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇനിയിപ്പോ ഇവിടെ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിന് സമ്മതമാ എന്ന് പറയാം. ഈ സമയം ഗീതു എന്ത് ചെയ്യണം, ഗോവിന്ദന്റെ കയ്യിലേക്ക് പതുക്കെ പിടിക്കുക. ഗോവിന്ദൻ ഗീതുവിനെ എന്ത് ചെയ്യണം, ചേർത്ത് പിടിക്കുക. ആ ഒരു ആശ്വാസത്തിന് വേണ്ടി ഗീതു കാത്തിരിക്കുമായിരുന്നു. കാരണം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആരും ചേർത്ത് നിർത്താൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിന് പലൊരു സന്തോഷം വേറെയില്ല, മനസ്സിനൊരു സമാധാനം വേറെ കിട്ടത്തില്ല. പെട്ടെന്ന് ഗീതു ഗോവിന്ദൻ നെഞ്ചിലേക്ക് ചാരുവാണ്. അങ്ങനെ ഗോവിന്ദന്റെ സ്നേഹം ഗീതു തിരിച്ചറിയുവാണ്. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെ പോലും അറിയിക്കാതെ, തന്റെ മനസ്സിനെ പോലും വേദനിപ്പിക്കാതെ ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ഗോവിന്ദൻ അത് മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് താൻ മുമ്പേ വരെ ഗോവിന്ദൻ ഇവിടെ ഇട്ട് കുറ്റപ്പെടുത്തിയിട്ട് പോലും ഗോവിന്ദൻ ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ല. അപ്പൊ എത്രമാത്രം ഈ മനുഷ്യൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. താനാണ് ഇദ്ദേഹത്തിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയത്. തന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്തേ, തന്റെ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തേ. അതൊക്കെ ഓർത്തപ്പത്തേനും ഗീതു പൊട്ടിക്കറിയാ. എന്തിനാ കരയണേ? കരയണ്ടെന്ന് പറയണം. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദേട്ട എന്ന് പറയണം. പിന്നീട് ഗോവിന്ദത്ത് കരയട്ടെ, കരഞ്ഞ് കുറെ ഉള്ളിലെ വിഷമങ്ങൾ അങ്ങ് പോട്ടെ. ഗോവിന്ദൻ നെഞ്ചിലേക്ക് ചാരി കിടക്കുക. പിന്നീട് ഗോവിന്ദ് പതുക്കെ കൈയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അങ്ങനെ കുറെ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് ഗീതു പറഞ്ഞു, അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം, സർജറിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, ഉടനെ എന്നെ സർജറി ഉണ്ടാവുമെന്ന് പറയുക. എത്രയും പെട്ടെന്ന് സർജറി ഉണ്ടാവും, നമുക്ക് അമ്മയുടെ ജീവൻ തിരിച്ചു പിടിക്കാം. അമ്മയുടെ മനസ്സിന് ധൈര്യം കൊടുക്കണം നമ്മളല്ലേ. അതുകൊണ്ട് അമ്മേനെ ഇപ്പം മാക്സിമം വേദനിപ്പിക്കാതെ സന്തോഷം കൊടുക്കാൻ നമ്മൾ ചെയ്യണ്ടേ. ഗീത പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്കട്ടെ, എനിക്ക് കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് നിൽക്കാമെന്ന് പറയണം. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ, എത്ര ദിവസം വേണം പോയി നിന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഗോവിന്ദ് പറയാം. പിന്നീട് ഗോവിന്ദ് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ഗീതു വല്ലാത്തൊരു പ്രതിസന്ധിയായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത് പ്രിയമോളോട് പറയണോ, വിനോദിനോട് പറയണോ? അവരോടൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നറിയത്തില്ല. പോരാത്തന് പ്രിയ ഡെലിവറി അടുത്തിരിക്കുക. ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിയയ്ക്ക് വയറ്റിൽ കിടന്ന് കുഞ്ഞിന് ഒരു ദോഷം ഉണ്ടാവുക, അങ്ങനെ 100 ചിന്തകളൊക്കെ ഗീതുവിന്റെ ഉള്ളിലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.